എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. അന്നേരം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാൽ മാത്രമേ നമുക്കതിൻ്റേതായിട്ടുള്ള ഫലപ്രയോജനം നമ്മുടെ നിത്യജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. അന്നേരം ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ്. എന്ന് പറയുവാൻ പോകുന്നത് മന്മഥൻ അഥവാ കാമദേവൻ, ദേവി രതി, ഈ ദേവതകളെ നമുക്ക് അറിയാത്തവരായിട്ട് ചുരുക്കം ചില ആളുകൾ മാത്രം. കാരണം വശ്യപ്രയോഗ മന്ത്രങ്ങളിൽ, സ്ത്രീ പുരുഷ വശ്യ പ്രയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മഹാമന്ത്ര മൂർത്തി ചൈതന്യങ്ങളാണ് രതിമന്മഥന്മാർ. അന്നേരം എന്താണ് ഈ രതി മന്മഥന്മാർ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്, നമ്മുടെ മനസ്സിൽ അനേക ഊർജ്ജമൂല്യങ്ങളെ ധന്യമാക്കണ പ്രധാന രണ്ട് മർമ്മകേന്ദ്രങ്ങളാണ് ഈ ഒരു ഈശ്വര ചൈതന്യഭാവത്തിൽ നാമധേയം കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല ഭാവനകൾ വിരിയുക, അതേപോലെ തന്നെ നല്ല ഗന്ധം ആസ്വദിക്കുക, നല്ല രുചിയെ അറിയുവാൻ സാധിക്കുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന വസ്തുവിലേക്ക് നമ്മളെ ആകർഷിക്കുക, അതും നമ്മളുമായി ആകർഷിക്കപ്പെടുക. ഇതിനെല്ലാം മനസ്സിനൊരു പ്രത്യേക ഊർജ കേന്ദ്രങ്ങൾ ഉളവായി നിൽക്കണം. അതിനെ നമ്മുടെ ഗുരുപ്രോക്തമായിട്ടുള്ള സച്ചിദാനന്ദം അനുഭവവിദ്യമായ സജ്ജനങ്ങളോ ദേവതാഭാവത്തിൽ കാണിച്ചു തരണം. അങ്ങനെയുള്ള രതി മന്മഥന്മാർ അവരുടെ വിശിഷ്ട പൂജനങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും അതേപോലെ തന്നെ സന്തോഷവും പ്രതിനിധാനം ചെയ്യുന്നതാണ്. നമുക്ക് ആരെ വശീകരിക്കുവാനും ആരുടെ ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാനും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ മന്ത്രസാധനങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ക്രമത്തിൽ തന്നെ, ചിട്ടയിൽ തന്നെ അനുഷ്ഠിച്ചാൽ മാത്രമേ ഫലം ഉളവാക്കുകയുള്ളൂ. കാരണം ശരീരം ആ രീതിയിലേക്ക് തയ്യാറാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കർമ്മം കൊണ്ട് അർത്ഥമില്ലാതെ പോകും. ചുമ്മാതെ 108 മന്ത്രങ്ങൾ ചൊല്ലിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അർത്ഥതലങ്ങളിൽ തന്നെ ഈ മന്ത്രജപം സാധ്യമാക്കണം. അത് രാത്രിയിലാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ വടക്കോട്ട് ദർശനമാക്കി ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് രതി കാമദേവ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട്, എന്നിട്ട് ഛന്ദസ് തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ അതിൻ്റെ ക്രിയാഭാഗത്തോടു കൂടി, ആദ്യ അസ്ത്രം, പിന്നെ മൂലം, പിന്നെ അംഗം, പിന്നെ ഛന്ദസ്, പിന്നെ ധ്യാനം, പീഠശക്തി, പീഠസമഷ്ടി, ഉപചാരം എന്നീ മന്ത്രങ്ങൾ ചിട്ടയോടുകൂടി ചൊല്ലി ശേഷം
ഇത്രയും ചെയ്തതിന് ശേഷം ധ്യാനമന്ത്രം 34, അതേപോലെ തന്നെ മൂലമഹാമന്ത്രം 168, 144, 108 എന്നീ സംഖ്യകളെ അനുഷ്ഠിക്കുക. എന്നിട്ട് നമ്മൾ ആരെയാണോ മനസ്സിൽ സ്മരിക്കുക, അല്ലെങ്കിൽ ആരെയാണോ നമുക്ക് ആകർഷിക്കേണ്ടതായിട്ടുള്ള വ്യക്തിഭാവം, അവരുടെ നാമധേയം മനസ്സിൽ ചിന്തിക്കുക. 11 ഒരു ധ്യാനവും 8 ഒരു മൂലമന്ത്രവും ചൊല്ലി ശ്രദ്ധേയമായിട്ട് ഭഗവാനിലേക്ക് സമർപ്പിക്കുക. കൃത്യം വശ്യം നടന്നിരിക്കും, അതിനകത്ത് സംശയമില്ല. ഇങ്ങനെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ 108 മന്ത്രങ്ങൾ ചൊല്ലിയത് കൊണ്ടോ അല്ലെ ഇന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടോ വശ്യം ഉയരുകയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ തേജസ്സിനെ ഉയർത്തുകയാണ് ഇതിലൂടെ. ആ തേജസ്സിലൂടെ അതിൽ നിന്നും ഉളവാകണ ഊർജ്ജതലം നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് പ്രത്യേകതരമായിട്ടുള്ള കാന്തിക പ്രഭാവങ്ങളെ ലഭ്യമാക്കുകയും ആയതുവഴി അവർ നമുക്ക് ആകർഷണ വിധേയരാകുകയും ചെയ്യും എന്നുള്ളതാണ് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അതിൻ്റെ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കരുത്, ഇപ്രകാരം അനുഷ്ഠിച്ച് നോക്കൂ. ഈ ചാനലിൽ തന്നെ കാമദേവ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ വശ്യ മഹാമന്ത്രങ്ങളുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതിനടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.